ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിവേക് വർഷ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ വിവേക് ചെല്ലുന്നുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക് ചെന്നതിന് ശേഷം തന്നെ എൻ്റെ വർഷയെ തിരിച്ച് എനിക്ക് തരണമെന്ന് മാത്രമാണ് വിവേകിന് അവിടെ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത്. അതിനുശേഷം തന്നെ പ്രസാദം വാങ്ങിച്ചിട്ട് വർഷയുടെ അടുത്തേക്ക് തന്നെ വിവേക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഇതിലൊന്നും വിശ്വാസമില്ലാത്ത വിവേകിന് ഇപ്പോൾ എല്ലാത്തിലും വിശ്വാസം തുടങ്ങിയിരിക്കുകയാണ്. കാരണം വർഷ എന്ന് പറഞ്ഞത് നല്ല ഓർമ്മയുണ്ട് കേട്ടോ വിവേകിന്. അതിനുശേഷം തന്നെ എനിക്ക് നീ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴാണ് ഓർമ്മ വന്നത് വർഷ. എന്തായാലും നീ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പോയി പ്രാർത്ഥിച്ചിട്ട് വന്നു. അതിൻ്റെ പ്രസാദമാണ് നിൻ്റെ നെറ്റിയിൽ ഞാനിപ്പോൾ ചാർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രസാദം നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അഞ്ചു ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. ആരതിയാണെങ്കിലോ അവളെ കാത്തു നിൽക്കുന്നുണ്ട്. ഇന്നും ഒരു ഓർഡർ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അഞ്ജുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അഞ്ജുവിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നും ഇങ്ങനെ ഓർഡർ തരുന്ന സമയത്ത്? അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത്? കാരണം ഞാൻ പോകുന്ന സ്ഥലത്ത് തന്നെയല്ലേ ഇത് കൊടുക്കേണ്ടതും. അതുകൊണ്ട് പിന്നെ എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? അയ്യോ, അഡ്രസ്സ് തന്നില്ല, ഇതാണ് അഡ്രസ്സ് എന്ന് പറയുന്നു. ഞാൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. സൂക്ഷിച്ച് പോകണേ എന്ന് പറഞ്ഞിട്ട് ആരതി അഞ്ജുനെ പറഞ്ഞയച്ച് വിടുന്നു കേട്ടോ. ഇതെല്ലാം തന്നെ വലിയൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം തന്നെ ആ ഒരു നേഴ്സ് വരുന്നില്ല അന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അഞ്ജുവും ശിവയും കൂടി. പെട്ടെന്ന് അവൾ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. എന്താ ഇത്ര ലേറ്റ് ആയത്? രാത്രി ആവാറായല്ലോ. അത് പിന്നെ 2-3 പേഷ്യൻസിനെ വേറെ നോക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ലേറ്റ് ആയത്. എന്നാൽ ഞാൻ ഇപ്പം നോക്കാം. പിന്നെ കുറച്ച് ചൂടുവെള്ളം വേണമായിരുന്നു എന്ന് പറയുന്നു. ഞാൻ ഇപ്പം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ശിവ അകത്തേക്ക് പോകുന്നു. എന്നിട്ട് ചൂടുവെള്ളം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വർഷയുടെ കൈ ആ ചൂടുവെള്ളത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അഞ്ച് ചോദിക്കുന്നുണ്ട്, എന്താ ഈ ചെയ്യുന്നത്? ഇത് വേറൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റെസ്പോണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഉറപ്പ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ സ്ഥിരം ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ചലനം ശരീരത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണെന്ന രീതിയിൽ അവൾ പറയുന്നു. അതിനുശേഷം തന്നെ ആരതിയാണെങ്കിലോ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതാണ്, ഇത് ടേസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ അഞ്ചും ശിവയും ഒന്നും നോക്കാതെ തന്നെ അതെടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം തന്നെ ആരതിക്ക് വേണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അയ്യോ, എനിക്ക് ആവശ്യമില്ല എന്നുള്ളത് അവളും പറയുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ നഴ്സിംഗ് ജോലിയൊക്കെ ആയിട്ട് അങ്ങ് ജീവിച്ച് പൊക്കോളാം മതി എന്ന് പറയുന്നു. ഈ ബിസ്ക്കറ്റിലാണെങ്കിലോ അത് മയക്കുമരുന്ന് കലക്കിയിട്ടുണ്ടെന്നുള്ളത് അവൾക്ക് നല്ലപോലെ അറിയാം. അതായത് ഈ നേഴ്സിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആരതി പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ ടേസ്റ്റർ ഇവരാണ്. ഇവർ ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുറവോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അത് തിരുത്തുള്ളൂ. ഇവൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. ആ സമയത്ത് വിവേക് വരുന്നുണ്ട്. എന്താ ഇത്, ബിസ്ക്കറ്റോ? എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. ഇത് ഞാനുണ്ടാക്കിയതാണ് വിവേക്, ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അങ്ങനെ വിവേകം കഴിച്ചു നോക്കുന്നുണ്ട്. കുഴപ്പമില്ല എന്നാണോ? അല്ല, നന്നായിട്ടുണ്ടെന്ന്. പിന്നെ വിവേകിന് വല്ല ചായ കോഫി എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. എന്നാൽ ഇതിൻ്റെ പണി എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരതി താഴത്തോട്ട് പോകുന്നു. അതിനുശേഷം തന്നെ ഈ നേഴ്സിനോട് പറയുന്നുണ്ട്, ഇന്ന് ഒരുപാട് ലേറ്റ് ആയല്ലോ. അതെ, ഇനി പോകുമ്പോൾ ബസ്സൊന്നും കിട്ടില്ലല്ലോ. ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം വിവേക് എന്ന് പറയുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു. അയ്യോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. സമയത്ത് ഇത് ഇത്ര ആലോചിക്കാൻ എന്താ ഉള്ളത്? വിവേകിൻ ഒരു ലിഫ്റ്റ് തരുവാണെങ്കിൽ അതല്ലേ നല്ലത്. പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ശരി, പൊക്കോളാം എന്ന് പറയുന്നു. വീണ്ടും വർഷയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ കവിളത്തൊന്ന് തൊടുന്നുണ്ട് കേട്ടോ വിവേക്. അതിനുശേഷം പോകുന്നു. പിന്നെയാണെങ്കിലോ ഈ ശരത്തും അതുപോലെ ആരതിയൊക്കെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ വീടിന് റെൻറ്റ് തരണ്ടേ ഞങ്ങൾ? ഇവിടെ എല്ലാവരും വരുന്നവരും പേഷ്യൻസും അവരുടെ കൂടെ നിൽക്കുന്നവരൊക്കെ റെൻറ്റ് തന്നിട്ടല്ലേ ഇവിടെ നിൽക്കാറുള്ളതെന്ന് പറയുന്നുണ്ട് കേട്ടോ ശിവ. ആ സമയത്ത് അതെ, അതിനുവേണ്ടി ഞങ്ങൾ വലിയൊരു എമൗണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്നിട്ടാണ് മേലത്തെ റൂമൊക്കെ ഞങ്ങൾ കൊടുക്കാറെന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്താ റെൻറ്റ് വാങ്ങാത്തത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് റെൻറ്റ് വേണ്ട. കാരണം അത് പിന്നെ ഒരുപക്ഷെ ഇതിനുള്ള കാരണക്കാരനും ഞാൻ തന്നെയല്ലേ. വർഷം ഓടി വന്നപ്പോൾ ആക്സിഡൻ്റ് ആയതും. അയ്യോ, ഇതിൽ ശരത്തേട്ടൻ്റെ കുറ്റമൊന്നുമില്ലല്ലോ. ഇല്ലായിരിക്കാം. പക്ഷേ ജീവിതകാലം മുഴുവനും ആ ഒരു കുറ്റബോധത്തിൽ ഞാൻ ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് റെൻ്റൊന്നും തരണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നു. ഞങ്ങളുടെ കയ്യിൽ വരുമാനം ഇല്ലെങ്കിലും വസുന്ധര ആൻറ്റിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് റെൻറ്റ് തരും. ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു റെൻറ്റിൻ്റെ കാര്യമൊക്കെ അന്വേഷിക്കാൻ. അതോ ആൻറ്റിയായിട്ട് നിങ്ങൾ സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻറ്റിയായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല.
എങ്കിലും റെൻറ്റിൻ്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ ജീവിച്ചോളൂ, ഇവിടെ നിങ്ങൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയുന്നു. അങ്ങനെ ആരതിയോട് അഞ്ച് ചോദിക്കുന്നുണ്ട്. ചേച്ചിയെങ്കിലും ശരത്തേട്ടനോട് കാര്യങ്ങൾ പറയാനായിട്ട് പറയുന്നു. നിങ്ങൾ എന്നെ ചേച്ചിയെ പോലെയല്ലേ കണ്ടിരിക്കുന്നത്, പിന്നെന്താ? അപ്പോൾ എൻ്റെ അനിയത്തിമാർ ഇവിടെ താമസിക്കുന്നതിൽ എനിക്കൊരു വിഷമവുമില്ല, നിങ്ങൾ എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം, വർഷയ്ക്ക് സുഖം പ്രാപിച്ചതിന് ശേഷം മാത്രം ഇവിടുന്ന് പോയാൽ മതി എന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും ചെറിയൊരു തുകയെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങണം, അല്ലെങ്കിൽ ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവുമെന്ന് പറയുന്നു. ഇല്ല, നിങ്ങൾ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും വാങ്ങിക്കില്ല എന്ന് ഇവർ രണ്ടുപേരും പറയുന്നു കേട്ടോ. ഇവരിൽ നിന്ന് ഒരുപാട് ലാഭം ഇവർക്ക് കിട്ടും എന്നുള്ളത് ശരത്തിനും ആരതിക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ പാവങ്ങളെ ഇവർ പറ്റിക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്താൽ മതി എന്ന് പറയുന്നു. കാരണം ഞങ്ങൾക്ക് കുറച്ച് ഓർഡറൊക്കെ കൊടുക്കുമ്പോൾ ടാക്സ് രൂപത്തിലാണ് ഞങ്ങൾക്ക് പൈസ ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ, അതായത് നിങ്ങളുടെ അക്കൗണ്ടും ഒന്ന് തന്നാൽ മതി. അതായത് കസ്റ്റമേഴ്സ് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ക്യാഷ് ആയിട്ട് എടുത്ത് തന്നാൽ മതി എന്ന് പറയുന്നു. അത്ര വലിയ തുകയൊന്നും ഉണ്ടാവില്ല, അവരയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ച് തന്നാൽ മതി. അതിനെക്കുറിച്ചാണ് ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത്, അത് നിങ്ങളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അഞ്ജുവും ശിവയും അഭിയും കൂടി നന്നായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ആലോചിച്ചിട്ട് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവരെന്തായാലും നോ പറയില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതിനുശേഷം തന്നെ നമ്മുടെ വർഷയോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വർഷയോടും കൂടി സംസാരിക്കണം എന്നാണല്ലോ ആ നേഴ്സ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ തീരുമാനിക്കേണ്ട വർഷ, കാരണം ഈ അക്കൗണ്ട് നമ്പർ കൊടുക്കുക എന്ന് പറഞ്ഞത് അത്ര നല്ല കാര്യമൊന്നും അല്ല എന്ന് ശിവ പറയുന്നുണ്ട്. അഭിയോ അങ്ങനെ തന്നെ. അപ്പോൾ അഞ്ച് പറയുന്നുണ്ട് അതിനെന്താ പ്രശ്നം ചോദിക്കുമ്പോഴത്തേനും, അതായത് നമ്മുടെ അക്കൗണ്ട് വേറൊരാൾക്ക് യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കാൻ പാടില്ല, നമ്മളെ വക്കീൽ അതല്ലേ പറഞ്ഞു വരുന്നത്, അത് ഇല്ലീഗലാണെന്ന രീതിയിൽ നമ്മുടെ വക്കീൽ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അറിയുന്ന ആൾക്കാരാണല്ലോ ആരതിയും അതുപോലെ തന്നെ ശരത്തും. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു ഉപകാരം ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് ശിവ പറയുന്നുണ്ട്. അഞ്ച് പറയുന്നുണ്ട് എനിക്കും ആ ഒരു അഭിപ്രായം തന്നെയാണ്. അഭിയുടെയോ? നിങ്ങൾക്കൊക്കെ ഇപ്പോൾ അഭിപ്രായമാണെങ്കിൽ എനിക്കും ആ അഭിപ്രായം തന്നെയാണ്. നമുക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്ന ആൾക്കാർക്കൊരു ഹെൽപ്പ്, പക്ഷേ നിയമപരമായിട്ട് ഇത് തെറ്റൊക്കെ തന്നെയാണെന്ന രീതിയിൽ അഭിയും പറയുന്നുണ്ട് കേട്ടോ. വർഷ നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. നിൻ്റേതും ഇത് തന്നെയായിരിക്കില്ലേ, അവർക്ക് വേണ്ടി ഇങ്ങനെയെങ്കിലും ചെയ്ത് കൊടുക്കണമെന്ന് തന്നെയല്ലേ നിൻ്റെയും ആഗ്രഹം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് വർഷ, ആ ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ അവർക്ക് കൊടുത്തതിന് ശേഷം ക്യാഷ് അവർക്ക് ഞങ്ങൾ എടുത്ത് കൊടുക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഏകദേശം ഒരു തീരുമാനമായിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ. നിനക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായം ഒന്നും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയല്ലേ, നിന്നോടും കൂടി അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നന്നായിട്ട് തന്നെ നമുക്ക് ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് കിടന്നാലോ, അങ്ങനെ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് വർഷയോട്. പക്ഷേ ഇവർ വലിയൊരു ചതിയിലേക്ക് പോവുകയാണെന്നുള്ളത് ചിലപ്പോൾ വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കാം. പക്ഷേ ഇവർക്ക് എപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് നമുക്കറിയില്ല. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.